പാടില്ല, പട്ടിണി നോമ്പ് പിടിക്കാൻ പാടില്ല, ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം. പട്ടിണി നോമ്പ് തടി ഉറയ്ക്കാനാന്ന് പറഞ്ഞിട്ട് പട്ടിണിയുടെ കിടങ്ങാണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ സമയത്ത് അത്താഴം കഴിക്കുന്നവന് ബറക്കത്തുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ ബറക്കത്തുണ്ട്, ആ സമയത്ത് ദുആയ്ക്ക് ഉത്തരമുണ്ട്. അതുകൊണ്ട് പട്ടിണി നോമ്പ് പിടിക്കാൻ പാടില്ല, എന്തെങ്കിലും ഇത്തിരി പച്ചവെള്ളമെങ്കിലും കുടിക്കണം. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എല്ലാവരും ഇന്ന് സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റില്ലേ? എഴുന്നേറ്റോ? എന്നാ ഇന്ന് തഹജ്ജുദ് നിസ്കരിച്ചവര് മാത്രം ഒന്ന് കൈവക്കിക്കേ. ഉണ്ടോ? പല കൈയും പൊങ്ങിയില്ല. ഇതാ ഞാൻ പറഞ്ഞേ. എന്തായാലും നീ എഴുന്നേറ്റു, നീ ഉളവെടുത്തു, നീ ഭക്ഷണം കഴിച്ചു, നീ സുബഹി നിസ്കരിച്ചു. എന്നാൽ ആ ഭക്ഷണത്തിന്റെയും സുബഹിയുടെയും ഇടയിൽ ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ നമ്മളിൽ എത്ര പേർക്ക് പറ്റി? എടോ, ളുഹർ നിസ്കരിക്കാൻ പള്ളിയിൽ പോയി 5 വഖത്ത് നിസ്കരിക്കാൻ ആരെ കൊണ്ടും പറ്റും? 5 വഖത്ത് നിസ്കരിക്കാൻ ആരെ കൊണ്ടും പറ്റും? എന്നാൽ ആ സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിക്കണമെങ്കിൽ എല്ലാവർക്കും പറ്റൂല. ആ നിസ്കരിക്കുന്നവനൊരു യോഗ്യതയുണ്ട്. ആ യോഗ്യത എന്തെന്നറിയോ? അവൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ.